പിന്നെ ആരെങ്കിലും വിളിച്ചാൽ കാണാൻ പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലാണ്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല. അപ്പം പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പണ്ട് IPC CRPC ആയിരുന്നെങ്കിൽ ഇപ്പം BNS BNSS പ്രകാരമാണ്. ഗവൺമെൻറ്റിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഉണ്ടാകാം. കേരളത്തിലും നല്ല ബുദ്ധിമാന്മാരായ ആളുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ച ശേഷം തുഫാനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കുന്ന മിടുക്കന്മാരായ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ അതിൽ ഒരാളാണ്, ഒരു കൂട്ടം ആളുകളാണ് പാലക്കാട് കോയമ്പത്തൂർ വഴി വന്ന് ലോകത്തുള്ള എല്ലാ മയക്കുമരുന്ന് സാധനങ്ങളുമായിട്ട് വന്നു. പക്ഷെ എന്നാലും പോലീസ് പിടിച്ചു. കൊക്കൈനുണ്ട്, പിന്നെ സ്റ്റാമ്പുണ്ട്, LSD സ്റ്റാമ്പുണ്ട്, ഹൈബ്രിഡ് കഞ്ചാവുണ്ട്, പിന്നെ MDMA ഉണ്ട്, എല്ലാം കൊണ്ടുവന്നു. എല്ലാം എന്നിട്ട് അവരങ്ങനെ കണ്ടില്ലേ TV യിൽ ഒരു ന്യൂസിലും. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിയട്ടെ, ഇവിടെ വന്നില്ലല്ലോ. എൻ്റെ മണ്ഡലത്തിലാണത്. എൻ്റെ മണ്ഡലത്തിൽ കരുവാറ്റ പഞ്ചായത്തിലാണ്. അതിൻ്റെ വിവരങ്ങൾ കുറച്ച് പോലീസ് വെളിപ്പെടുത്തുന്നു. അല്ല, അത് നമ്മൾ ബോധവൽക്കരണമാണ് വേണ്ടത്. അതിനാണ് ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ വ്യാപകമാക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്നാണ്. കുട്ടികൾ കുറേ കൂടി റെസ്പോൺസിബിൾ ആകണം, ഡിസിപ്ലിൻഡ് ആകണം. അവരിത്തരം ചതികളിൽ പെടാൻ പാടില്ല. ഈ കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് എന്തൊരാരോപണം വരുന്നുണ്ടോ, അതുമല്ല അത് ശരിയല്ല. സർക്കാർ സംവിധാനങ്ങളുമാണ്. നേരത്തെ പിണറായി സർക്കാർ സമയത്ത് ചീഫ് സെക്രട്ടറി DGP അങ്ങനെ വിളിച്ചപ്പോൾ പോകേണ്ട സംസ്ഥാനമാണ്. ഇത് സർക്കാർ സംവിധാനങ്ങളെ ക്രമസമാധാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. പോലീസ് പ്രവർത്തിക്കുന്നത് കേരളത്തിലുള്ള നിയമങ്ങൾ, ഇന്ത്യയിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ കാണാൻ പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലാണ്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല. അപ്പം പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പണ്ട് IPC CRPC ആയിരുന്നെങ്കിൽ ഇപ്പം BNS BNSS പ്രകാരമാണ്. ഗവൺമെൻറ്റിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അല്ല, നിങ്ങളോട് ഞാൻ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. രവേട ചന്ദ്രശേഖരാണ് അദ്ദേഹത്തിന് ഡ്യൂട്ടി, അല്ല, അദ്ദേഹത്തിന് 10 ദിവസത്തെ ലീവ് അനുവദിച്ചത്. നമ്മുടെ പുത്ത വിമലാദിത്യക്ക് അദ്ദേഹമായിരുന്നു നോഡൽ ഓഫീസർ. ഇന്നലെ അദ്ദേഹം തിരിച്ചു വന്ന് ജോലിയിൽ ആ നോഡൽ ഓഫീസറായിട്ട് തിരിച്ച് ഡ്യൂട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ചാർജ് കൊടുത്തത് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ചാർജ് കൊടുത്തത് നിശാന്തിരിക്കായിരുന്നു 10 ദിവസം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാലഘട്ടമായതുകൊണ്ട് തുഫാൻ ഒരു വലിയ നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് നടക്കുന്നതിനിടയിൽ 10 ദിവസം ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുട്ട വിമലാദിത്യ ലീവ് എടുത്തത് 10 ദിവസം. അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നു, ഇന്നലെ എന്നെ കണ്ടു. DGP അദ്ദേഹത്തിന് ചാർജ് തിരിച്ചു കൊടുത്തു. തുഫാനകത്ത് ഒരു വിവാദം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ചാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ദൗർഭാഗ്യവശാൽ ചിലരൊക്കെ അതിന് രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവരോട് എൻ്റെ അഭ്യർത്ഥന, ദയവായി നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് ഞാൻ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ആരെയും 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആരും എന്ത് ചെയ്തു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ദയവായി ഓപ്പറേഷൻ തുഫാനെ സ്പെയർ ചെയ്യണം. ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുകയാണ് വേണ്ടത്. ലഹരിയിൽ നിന്നൊരു മോചനമാണ് ആവശ്യം. അതിനെല്ലാവരും സഹായിക്കണം. ഇത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും.